എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പിയാനോ കർണാടക സംഗീതത്തിൻ്റെ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഏതാനും വീഡിയോ ഞാൻ കർണാടക സംഗീതത്തിൻ്റെ ക്ലാസ്സായിട്ട് ഇട്ടിരുന്നു. എല്ലാവരിൽ നിന്നും നല്ല സമീപനമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ അതിനോട് വളരെയധികം കടപ്പാടുകൾ അറിയിക്കുകയാണ്. അപ്പം ഞാൻ ഈ ക്ലാസ് ഇടുന്നതിൻ്റെ പ്രധാനമായും ലക്ഷ്യം എന്ന് പറയുന്നത് വളരെയധികം കുട്ടികൾക്ക് ദൂരെ പോയി പഠിക്കാനും അതുപോലെ തന്നെ ഫീസ് കൊടുത്ത് പഠിക്കാനൊക്കെ അസൗകര്യമുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തുണ്ട്. അവരുടെ ആ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ ക്ലാസ് ഓരോ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. കാരണം കർണാടക സംഗീതം പഠിപ്പിക്കുമ്പോൾ സാധാരണ അധ്യാപകർ കർണാടക സംഗീതത്തിൻ്റെ ബാലപാഠമായി പഠിപ്പിക്കുന്ന രാഗം മായ മാളവ് ഗൗള രാഗമാണ്. ഇത് കർണാടക സംഗീതത്തിൽ സിലബസ് പ്രകാരം പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്വരങ്ങൾ ഒരുപാട് കവർ ചെയ്യണം. ഒരുപാട് സ്വരങ്ങൾ കവർ ചെയ്യുമ്പോൾ ഒരു രാഗത്തിലാണ് ഇതെല്ലാം കംപ്ലീറ്റ് പഠിപ്പിക്കുന്നത്. ആ സ്വരങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞ് അടുത്ത സിലബസിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പുതിയ രാഗത്തിലേക്ക് കിടക്കുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് തരിക എന്ന് പറയുന്നത് ആ ഒരു രാഗത്തിലല്ല, പല രാഗത്തിലാണ് നിങ്ങൾക്ക് തുടക്കം മുതലത് ക്ലാസ് തരുന്നത്. കാരണം അങ്ങനെ തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ എത്രയും പെട്ടെന്ന് ഡെവലപ്പാക്കി എടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ അങ്ങനെ ഒരു കോച്ചിങ് നിങ്ങൾക്ക് തരുന്നത്. വെറുതെ ഒരു കോച്ചിങ് തരുമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് അത് എങ്ങനെയെങ്കിലും ഒരു തനതായിട്ടൊരു പാട്ട് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ വായിക്കുക, ആ രീതിക്ക് നിങ്ങൾക്ക് കഴിയണം എന്നുള്ള രീതിക്ക് ഒരു കോച്ചിങ്ങാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതായിരിക്കും. അതിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ആ കാര്യത്തിൽ മറ്റൊന്നും വിചാരിക്കേണ്ട. ഇത് ഞാൻ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ക്ലാസ്സാണ്. പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഇതല്ല. അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. വെസ്റ്റേൺ പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വെസ്റ്റേൺ പഠിക്കുന്നതിനേക്കാളും ഒന്നും കൊണ്ട് എളുപ്പമായിരിക്കും നമ്മൾ കർണാട്ടിക് പഠിക്കുന്നത്. വെസ്റ്റേൺ പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സ്റ്റാഫ് നൊട്ടേഷനാണ്. സ്റ്റാഫ് നൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ 5 വരയിട്ടാണ് നോട്ട് സാധാരണ പഠിപ്പിക്കുന്നത്. 5 വരയിട്ട 5 ലൈൻ്റെ പേര് നമ്മൾ പഠിക്കണം. ഈ ലൈൻ്റെ ഇടയ്ക്കുള്ള ഫേസുണ്ട്, ആ ഫേസിൻ്റെ പേര് നമ്മൾ പഠിക്കണം. പിന്നെ അതിൻ്റെ ടെമ്പോ സിമ്പിളുണ്ട്, ടെമ്പോയെ കാണിക്കുന്ന സിമ്പിൾ, ആ സിമ്പിൾ നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിച്ചു വരാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം, നമ്മുടെ മനസ്സിലേക്ക് അത് പതിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയം പിടിക്കും. പിന്നെ ഓരോ ഒക്ടേവിലും നമ്മൾ നോട്ട് എഴുതുന്നതിന് അതിൻ്റെ എഴുതുന്ന രീതിക്കെല്ലാം വ്യത്യാസമുണ്ട്. 1ാമത്തെ ഒക്ടേവിലും 2ാമത്തെ ഒക്ടേവിലും 5ാമത്തെ ഒക്ടേവിലൊക്കെ നോട്ട് എഴുതുന്ന രീതിക്ക് അത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും. അപ്പോൾ കർണാടക സംഗീതത്തെ സംബന്ധിച്ചോളം നമുക്ക് അതൊരു വിഷയമില്ല. നമ്മുടെ സ്വന്തം ഭാഷയായതുകൊണ്ട് മലയാളം നമ്മൾ സ്വരം സ അല്ലെങ്കിൽ രി അല്ലെങ്കിൽ ഗ എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് പിന്നെ ആ സ്വരങ്ങൾ അത് ഈ കീബോർഡിലേക്ക് വായിച്ചാൽ മതി. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് വീഡിയോയിൽ നിന്ന് പരിചയപ്പെടുത്തുക ശങ്കരാഭരണം എന്ന രാഗമാണ്. ശങ്കരാഭരണം രാഗം ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തുകയാണ്. എങ്കിൽ കൂടി പുതിയ പിള്ളേർ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അവർക്കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് ശങ്കരാഭരണം രാഗം പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളായാലും മറ്റു ഗാനങ്ങളെല്ലാം നമ്മൾ ഈ ശങ്കരാഭരണം മേജർ രാഗമാണ്. ഇപ്പം ഇതിൻ്റെ റൂട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ജന്യ രാഗങ്ങളാണെങ്കിൽ പോലും ഈ രാഗത്തിൻ്റെ റൂട്ടിലൂടെ ആയിരിക്കും മിക്ക രാഗങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ ഈ രാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാട്ടൊക്കെ നമുക്ക് വായിക്കാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ രാഗം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മായാമാള ഗൗള രാഗം കൂടി പ്രാക്ടീസ് ചെയ്യണം. അതും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ 2 രാഗം നിങ്ങൾ ഒരുമിച്ച്, മായാമാളവെ ഞാൻ അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കുന്ന രാഗം തന്നെയാണ്, അതിൻ്റെ കൂടെയാണ് നമ്മൾ ശങ്കരാഭരണ രാഗം കൂടി പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ പുതിയ പുതിയ രാഗങ്ങൾ അതിനെ ആഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ് തരുന്നത്. അങ്ങനെ തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം പഠിക്കേണ്ടി വരും. ഇപ്പം മായാമാളവ് ഗൗളരാഗം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം പഠിച്ചുള്ള സ്വരങ്ങൾ തന്നെ കവർ ചെയ്യുള്ളൂ. അപ്പോൾ ആ രാഗത്തിനകത്ത് വളരെ ചുരുക്കം പാട്ടുകളൊക്കെ ഉള്ളൂ. ആ രാഗം പഠിച്ച് നമുക്ക് മറ്റ് പാട്ടുകളൊക്കെ വായിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. അപ്പോൾ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് രാഗങ്ങളെല്ലാം കൂടി ആഡ് ചെയ്തുകൊണ്ടൊരു കോച്ചിങ് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സിലബസിലെ മധ്യസ്ഥായി വരിശകൾ എന്ന നോട്ടാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. മധ്യസ്ഥായി വരിശകൾ. ഈ നോട്ടിനകത്ത് നമ്മൾ 5 നോട്ടാണുള്ളത്. ഈ സിലബസിനകത്ത് 5 നോട്ട്. അപ്പം ശങ്കരാഭരണം രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഞാൻ ഒന്ന് വായിച്ച് ഏൽപ്പിക്കാം. ശങ്കരാഭരണം രാഗം 29ാമത്തെ മേളകർത്ത രാഗമാണ്. 29ാമത്തെ മേളകർത്ത രാഗം എന്ന് പറയുമ്പം, മേളകർത്ത രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 72 രാഗങ്ങളടങ്ങിയ ഒരു പട്ടികയാണ് മേളകർത്ത രാഗം. ഈ 72 മേളകർത്ത രാഗ പട്ടിക എന്ന് പറയുമ്പം ഈ രാഗങ്ങൾ സമ്പൂർണ്ണ രാഗങ്ങളാണ്. അതാണ് ഈ മേളകർത്ത രാഗങ്ങളുടെ പ്രത്യേകത. സമ്പൂർണ്ണ രാഗം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വരങ്ങളും ഉള്ള രാഗം എന്നാണ്. ഇതിനകത്ത് 7 സ്വരങ്ങളും, സപ്തസ്വരത്തിനകത്ത് നമ്മൾ സപ്തസ്വരം എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് സപ്തസ്വരങ്ങൾ. ഈ സപ്തസ്വരത്തിൽ 7 സ്വരങ്ങളും വരുന്ന രാഗങ്ങളാണ് ഈ 72 മേളകർത്ത രാഗം. ഈ 72 മേളകർത്ത രാഗത്തിൽ 29ാമത്തെ രാഗമാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ശങ്കരാഭരണം. ശങ്കരാഭരണ രാഗം ശങ്കരാഭരണമായിട്ടും പല രീതിക്ക് പറയുന്നുണ്ട്. അപ്പം നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ 1ാമത്തെ നോട്ട് ഞാൻ പറയാം. 1ാമത്തെ നോട്ട് സാരേ ഗമ പ ഗമ പ. നിങ്ങൾ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിനകത്ത് ഞാൻ പറയുന്ന നോട്ട് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. എഴുതിയെടുത്ത് നമുക്ക് ആ നോട്ട് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ നോട്ട് ബൈഹാർട്ടാക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മകളിലേക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പം ബുക്കുള്ളവരാണെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക. സരിഗമ പ ഗമ പ പ ഗമപദ നിത പമ ഗമപക മകരിസ. ഇങ്ങനെയാണ് സ്വരം, 1ാമത്തെ സ്വരം. അത് ഞാൻ ഈ കീബോർഡിൽ ഒന്ന് വായിച്ച് ഏൽപ്പിക്കാം. വായിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ വിരലാണ് ഈ കീയിൽ നമ്മൾ പ്രസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ 3ാമത്തെ ഒക്ടേവിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. 3ാമത്തെ ഒക്ടേവ്. ഇത് 1ാമത്തെ ഒക്ടേവ്, 2ാമത്തെ ഒക്ടേവ്, 3ാമത്തെ ഒക്ടേവ്, 4ാമത്തെ ഒക്ടേവ്, 5ാമത്തെ. അങ്ങനെ 5 ഒക്ടേവാണ് നമ്മൾ ഈ കീബോർഡിനകത്തും. ഒരു ഒക്ടേവ് എന്ന് പറയുന്നത് നമ്മൾ സി മുതൽ അടുത്ത സി വരെയുള്ള 8 കീ വരുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. സി മുതൽ അടുത്ത സി വരെ, അത് ഏത് നോട്ട് തുടങ്ങിയാൽ, ഇപ്പോൾ ഡിയിൽ തുടങ്ങിയാൽ അടുത്ത ഡി വരെയുള്ള ഭാഗത്ത് നമ്മളൊരു ഒക്ടേവ്. ഇനി ഇയിൽ തുടങ്ങി ഈ മുതൽ അടുത്ത ഈ വരെയുള്ള ഭാഗത്ത് ഒരു ഒക്ടേവ്. അപ്പോൾ നമ്മൾ 8 കീ വരുന്ന ഒരു ഭാഗത്തിനാണ് നമ്മൾ ഒരു ഒക്ടേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 3ാമത്തെ ഒക്ടേവിലാണ് ഞാൻ നോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 3ാമത്തെ ഒക്ടേവിലാണ്. ആദ്യം ആ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിക്കും. സായിക്ക് നമ്മൾ 1ാമത്തെ വല്ല കുത്തണം, ഡിക്ക് റിക്ക് 2ാമത്തെ വല്ല കുത്തണം, ഈക്ക് 3ാമത്തെ വല്ല കുത്തണം, മായ്ക്ക് 4ാമത്തെ വല്ല കുത്തണം, പായ്ക്ക് 1ാമത്തെ വല്ല കവർ. അപ്പോൾ സായ്ക്കും പായ്ക്കും ഒരു പേരാണ് നമ്മൾ കുത്തുന്നത്, പായ്. അതുപോലെ ദായ്ക്ക് 2ാമത്തെ വല്ല കുത്തണം, നീക്ക് 3ാമത്തെ വല്ല കുത്തണം, സായ്ക്ക് 4ാമത്തെ വല്ല കുത്തണം. ഇനി റിട്ടേൺ വായിക്കുമ്പോൾ സ 4ാമത്തെ വല്ല്, നീ 3ാമത്തെ വല്ല്, ദ 2ാമത്തെ വല്ല്, പ 1ാമത്തെ വല്ല്, മായ്ക്ക് 4ാമത്തെ വല്ല്, ഗായ്ക്ക് 3ാമത്തെ വല്ല്, രീക്ക് 2ാമത്തെ വല്ല്, സായ്ക്ക് 1ാമത്തെ വല്ല്. ഈ വിരൽ ഇതുപോലെ തന്നെ നമ്മൾ ആ കീയുടെ സ്ഥാനം മാറാതെ നമ്മൾ ഇതുപോലെ ഈ ഫിംഗർ തന്നെ വായിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം.
സംഗീതം പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ കീബോർഡും ഓർഗൺ ഇതൊക്കെ ഒന്ന് ഹാർമോണിക്ക് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അവർക്ക് ഈ സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ സ്വരസ്ഥാനം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ശരിക്കും എവിടെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. രീ ഗാ മാ പാ ദാ നീ ഫാ ഫാ നീ ദാ പാ മാ ഗാ രീ സാ. പാട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഇത് ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കിത് കൂടുതൽ പ്രയോജനം ചെയ്യും. ഇനി ഇത് ഓർഗൻ വായിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ ഈ ക്ലാസ് ഞാൻ വായിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്വരസ്ഥാനം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോട്ട് എങ്ങനെ വായിക്കാം എന്നുള്ളത് നോക്കാം. സരിഗമ പ ഗമ പ പ ഗമ പദ നിത പമ ഗമ പഗ മകരിസ പ രീ ഗ മ പ. ഇവിടെ നമ്മൾ പഞ്ചമത്തിന് അഞ്ചാമത്തെ വെല്ല ഉപയോഗിച്ചു. ഞാൻ ആരോടും അവരോടും വായിച്ചപ്പോൾ പഞ്ചമത്തിന് തള്ളവെല്ലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ പഞ്ചമം വരെയുള്ള നോട്ട് വായിക്കുമ്പോൾ നമ്മൾ പഞ്ചമം വരെയുള്ള നോട്ട് വായിക്കുമെന്ന് വിചാരിക്കുക, അത് കവർ ചെയ്ത് വായിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഞ്ചമത്തിന് അഞ്ചാമത്തെ വെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അഞ്ചാമത്തെ വെല്ല്. അപ്പം സ രീ ഗ മ പ ഗ മ പ പ ഗ മ പ ദ. അവിടെ വരുമ്പോൾ നമ്മൾ പഞ്ചമത്തിന് തള്ളുവല്ല കവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പഞ്ചമം കഴിഞ്ഞോട്ട് കവർ ചെയ്ത് വരിക. ഗ മ പ ദ നീ ദ പ മ ഗ മ പ ഗ മ ഗ രീ സ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അധികം നമ്മൾ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ നോട്ട് എല്ലാം വെള്ളക്കിയാണ് വരുന്നത്. ശങ്കരാഭരണ രാഗത്തിനകത്ത് എല്ലാം ബ്ലാക്ക് കീ ഇല്ല, എല്ലാം വെള്ളക്കിയാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും. ബ്ലാക്ക് കീ വന്നപ്പോൾ ഹാഫ് നോട്ടാണ്. ഹാഫ് നോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ നോട്ട് എവിടെയാണെന്നൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും വായിക്കുമ്പോൾ. അപ്പം നമ്മൾ വെള്ളക്കി ആകുമ്പോൾ നമ്മുടെ ഓർഡറായിട്ട് വരുന്നത് സ രി ഗ മ പ ദ നി സ ഇങ്ങനെ വരുന്നത്. സ നി ദ പ മ ഗ രി സ സ രി ഗ മ പ ദ നി സ പ നി ദ പ മ ഗ രി സ രി ഗ മ പ ദ നി സ പ നി ദ പ മ ഗ രി സ രി ഗ മ പ ദ നി സ പ നി ദ പ മ ഗ രി സ രി ഗ മ പ ദ നി സ പ നി ദ പ മ ഗ രി. അങ്ങനെ നമ്മൾ ഈ നോട്ട് വായിച്ച് ഈ ആരോഹണം അവരോട് ശരിക്കും സ്പീഡപ്പ് ആകണം. സ്പീഡപ്പായെങ്കിൽ നമുക്കൊരു പാട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സ്പീഡപ്പായിട്ട് നോട്ടൊക്കെ വരുമ്പം നമുക്കത് സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന രാഗങ്ങൾ ഏത് രാഗം പഠിപ്പിച്ചാലും ആ രാഗം നിങ്ങൾ ആരോഹണം അവരോടും നല്ലപോലെ സ്പീഡപ്പാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിങ്ങൾ ശങ്കരാഭരണ രാഗത്തിൽ ആ നോട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. സ രി ഗ മ പ ഇനി നമ്മൾ ഈ നോട്ട് തന്നെ മായാമാളവ് ഗൗള രാഗത്തിനകത്ത് എങ്ങനെ വായിക്കാം എന്നുള്ളതും കൂടെ നോക്കാം. ഇപ്പം രണ്ട് രാഗം പോപ്പുലർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഞാൻ ക്ലാസ് വീഡിയോ തരുന്നത്. അപ്പോൾ രണ്ട് രാഗം ഒരേ സമയത്ത് നിങ്ങൾ ഈ രണ്ട് രാഗം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സ രി ഗ മ പ ഗ മ പ
പഠിക്കാത്ത കുട്ടികൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സ്വരസ്ഥാനങ്ങളൊന്ന് പറയാം. സ അതിനോട് ചേർന്ന് വരുന്ന കറുത്ത കീ രീ ആയിരിക്കും. രീ ഹാഫ് നോട്ടാണ്, അരനോട്ട്. പിന്നെ ഗാന്ധാരം നമ്മൾ മൂന്നാമത്തെ കീ ഗാന്ധാരം. ഇപ്പം ശങ്കരാഭരണം വായിക്കുമ്പം സ രി ഗ, ഈ ഗാന്ധാരം തന്നെ നമ്മൾ മായ മള ഗൗളരാത്തിന്. അപ്പം സ രി ഗ, ആ ഗാന്ധാരത്തിന് ചേർന്ന് വരുന്ന കീ മായ ആയിരിക്കും. മാ അതിനോട് ചേർന്ന് വരുന്ന വെള്ളക്കീ പ. പിന്നെ ആ പഞ്ചമത്തിനോട് ചേർന്ന് വരുന്ന കറുത്ത കട്ടയാണ് ദൈവതം. അപ്പോൾ ഋഷഭവും ദൈവതവും ബ്ലാക്കിയാണ്. ദൈവതവും ഋഷഭവും പ ദ. അത് കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ കീ നിഷാദം. അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് വരുന്ന കീയാണ് സ. അപ്പം സ നി ദ പ മ ഗ രി സ. പാരാത്ത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നോട്ട് സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ദ നി ദ പ മ ഗ മ പ ഗ മ ഗ രി സ. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ദ നി ദ പ മ ഗ മ പ ഗ മ ഗ രി. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ദ നി ദ പ മ ഗ മ പ ഗ മ ഗ രി സ. സ രി ഗ മ പ ദ നി സ. ഇതുപോലെ ഈ നോട്ട് നിങ്ങൾ ഈ രണ്ട് രാഗത്തിലും മാറി മാറി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എക്സർസൈസ് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പം ഈ രണ്ട് രാഗം മാറി മാറി വായിക്കണം. സ രി ഗ മ പ ദ നി സ. സ നി ദ പ മ ഗ രി സ. അത് കഴിഞ്ഞ് മായാമാള വായിക്കും. സ രി ഗ മ പ ദ നി സ. സ നി ദ പ മ ഗ രി സ. സ രി ഗ മ പ ദ നി സ. സ നി ദ മ ഗ രി സ. സ രി ഗ മ പ ദ നി സ. സ നി ദ പ മ ഗ രി സ. അപ്പോൾ ഈ രണ്ട് രാഗം മാറി മാറി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ വിരൽ ഇങ്ങനെ മാറുന്ന നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു എക്സർസൈസ് നമുക്ക് കിട്ടും. കുറഞ്ഞ രീതിയും കൂടിയ രീതിയും നമുക്ക്, അതുപോലെ കുറഞ്ഞ ദൈവതവും കൂടിയ ദൈവതവും പെട്ടെന്ന് നമ്മൾ ആ വിരൽ ചേഞ്ച് ചെയ്യും. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് പതിയും. അപ്പം അതും കൂടി നമുക്ക് പ്രാക്ടീസ് ആയി കിട്ടും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് രാഗം കൊണ്ട് മാറി മാറി വായിക്കണം. ഇനി രണ്ടാമത്തെ നോട്ടിലേക്ക് നമുക്ക് കടക്കാം. മധ്യസ്ഥ വരച്ച് രണ്ടാമത്തെ നോട്ട് സ നി ദ. നോട്ട് ബുക്കുണ്ടെങ്കിൽ എടുക്കുക. സ നി ദ നി ദ പ ദ പ മ പ പ ഗ മ പ ദ നി ദ പ മ ഗ മ പ ഗ മ ഗ രി സ. ഞാൻ ഒന്ന് വായിച്ച് ശങ്കരാഭരണം രാഗത്തിനകത്ത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. സ നി ദ നി ദ പ ദ പ മ പ പ ഗ മ പ ദ നി ദ പ മ ഗ മ പ ഗ മ ഗ രി സ. അതിനകത്ത് ശങ്കരാഭരണം വായിക്കുമ്പോൾ എല്ലാം വെള്ളക്കി തന്നെ വായിക്കണം. ഇനി അത് മായാമള ഗൗളരാത്തിനകത്ത് വായിക്കുമ്പോൾ സ നി ദ നി ദ പ ദ പ മ പ പ ഗ മ പ ദ നി ദ പ മ ഗ മ പ ഗ മ ഗ രി സ. സ നി ദ നി ദ പ ദ പ മ പ പ. ഇവിടെ നമ്മൾ കവർ ചെയ്യും. ദ പ മ നാലാമത്തെ ഊത്തം, അതിൽ ദ പ മ. ഈ രണ്ടാമത്തെ വെള്ളം ദായ്ക്കും കുത്താം മായ്ക്കും കുത്താം. നമുക്കത് എളുപ്പം കിട്ടുന്ന ഏതാണ് പ്രയോജനം അത് നമുക്ക് ചെയ്യുക. ദായ്ക്ക് നമ്മൾ രണ്ടാമത്തെ വെള്ള് മായ്ക്കും ദായ്ക്കും കുത്താം. അതുപോലെ ദാ പ മ നാലാമത്തെ വെള്ളം കവർ ചെയ്ത് കൊണ്ടുവരാം. പ പ ഗ മ പ ദ നി ദ പ മ ഗ മ പ ഗ മ ഗ രി സ. സെക്കൻഡ് നോട്ട്. ഇനി
പദ ഗ മ പദ നീ ദ പ മ നീ ദ പ മ ഗ മ പ ഗ ഗ മ പ ഗ മ ഗ രി സ. ഇതാണ് തേർഡ് നോട്ട്. അതൊന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. സ നീ ദ നീ ദ പ ദ പ മ പ പ ഗ മ പ ദ നീ ദ പ മ ഗ മ പ ഗ മ ഗ രി സ. ഇപ്പം തേർഡ് നോട്ട് കവർ ചെയ്തു. അത് മായാമാള വരുന്ന് വായിച്ച് ഏൽപ്പിക്കാം. ശ്രദ്ധിക്കാം. സ നീ ദ ഡയഗ്രാം ബ്ലാക്ക് ആണ്. നീ ദ പ ദ പ മ പ പ ഗ മ പ ദ നീ ദ പ മ ഗ മ പ ഗ മ ഗ രി സ. ഇനി ഫോർത്ത് നോട്ട്. സ രി ഗ രി ഗ ഗ മ പ മ പ ദ പ ദ മ പ ദ പ ദ നീ ദ പ മ പ ദ പ മ ഗ രി സ. ഞാൻ അത് ശങ്കരാഭരണൻ്റെ ആദ്യം വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം മായാമാളവ് വായിച്ച് കേൾപ്പിക്കാം. സ രി ഗ രി ഗ ഗ മ പ മ പ ദ പ ദ മ പ ദ പ ദ നീ ദ പ മ പ ദ പ മ ഗ രി സ. സ രി ഗ രി ഗ ഗ മ പ മ പ ദ പ ദ മ പ ദ പ ദ നീ ദ പ മ പ ദ പ മ ഗ രി സ രി ഗ രി ഗ ഗ മ പ മ പ ദ പ ദ മ പ ദ പ ദ നീ ദ പ മ പ ദ പ മ ഗ രി സ. അതുപോലെ നമ്മൾ ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം വരെ നമ്മൾ ഈ നോട്ടെല്ലാം പ്രാക്ടീസ് ചെയ്യണം. നാലാം കാലം ഏറ്റവും കൂടിയ സ്പീഡ്. വെസ്റ്റേൺ പഠിക്കാൻ നേരത്ത് നമ്മൾ 6 കാലം പഠിക്കുന്നുണ്ട്. കർണാടക സംഗീതം പഠിക്കാൻ നേരത്ത് നമ്മൾ 4 കാലമേ പഠിക്കുന്നുള്ളൂ. അതും മനസ്സിലാക്കുക. അത് മായാമള ഗൗളരാത്തിനകത്ത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നു. സ രി ഗ രി ഗ രി ഹാഫ് നോട്ടാണ്, കർത്തകിയാണ്, ഓർത്തിരിക്കുക. സ രി ഗ രി ഗ ഗ മ പ മ പ ദ പ ദ മ പ ദ പ ദ നീ ദ പ മ പ ദ പ മ ഗ രി സ. സ രി ഗ രി ഗ ഗ മ പ മ പ ദ പ ദ മ പ ദ പ ദ നീ ദ പ മ പ ദ പ മ ഗ രി സ രി ഗ രി ഗ ഗ മ പ മ പ ദ പ ദ മ പ ദ പ ദ നീ ദ പ മ പ ദ പ മ ഗ രി സ. ലാസ്റ്റ് നോട്ട്. സ രി ഗ മ പ പ ദ ദ പ മ മ പ ദ നീ സ സ നീ ദ പ സ നീ ദ പ മ ഗ രി സ. വായിച്ചേക്കും. സ രി ഗ മ പ പ ദ ദ പ മ മ പ ദ നീ സ സ നീ ദ പ സ നീ ദ പ മ ഗ രി സ. എല്ലാം വെള്ളക്കിയാണ്, അത് ഓർത്തിരിക്കാം. ഇനി ഞാൻ മായാമളവ് ഗൗഡരാത്തിനകത്ത് ഒന്ന് വായിച്ചേപ്പിക്കും. സ രി ഗ മ പ പ ദ ദ പ മ മ പ. അവിടെ ദായും ഇരിയും കറുത്ത കട്ടയാണ്, അത് ഓർത്തിരിക്കണം. അതൊക്കെ മാറിപ്പോരുത്. സ രി ഗ മ പ
രി ഗ മ പ പ ദ ദ പ മ മ പ ദ നി സ സ നി ദ പ സ നി ദ പ മ ഗ രി സ. അപ്പം ഇത്ര ഈ 5 നോട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 5 നോട്ട് പ്രാക്ടീസ് നമ്മൾ 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം വരെ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ഇത് കീബോർഡ് ഒരുവിധം കർണാടക സംഗീതം കുറച്ചൊക്കെ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ദേശീയഗാനത്തിൻ്റെ ഞാൻ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, വായിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അത് ശങ്കരാഭരണം രാഗത്തിലാണ് കിടക്കുന്നത്, ദേശീയഗാനത്തിൻ്റെ നോട്ട് കിടക്കുന്നത്. സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി ഗ മ ഗ ഗ ഗ രി 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 നി രി സ. അത്രയൊന്ന് വായിച്ചേപ്പിക്കും. നെക്സ്റ്റ് ലൈനോട് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, വായിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. സ പ 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 മ മ മ മ ഗ രി മ ഗ മ മ മ മ മ മ ഗ പ മ മ മ ഗ ഗ ഗ രി 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 നി രി സ. ഇത്രയും നിങ്ങളൊന്ന് വായിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഒന്ന് ആ 4 ഒന്ന് വായിച്ചേപ്പിക്കും. ഇത്രയധികം ഒന്ന് വായിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ തന്നെ നോട്ട് അടുത്ത നോട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾ എന്നൊരു പരിശ്രമം നടത്തി നോക്കുക. ബാക്കി നോട്ട് തന്നെ വായിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം നിങ്ങൾ നടത്തി നോക്കുക. അന്വേഷണം നടത്തി നോക്കിയിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ദേശീയഗാനത്തിൻ്റെ നോട്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമായാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിലൂടെ എഴുതി ചോദിക്കുക. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക. താങ്ക്സ്.